ഹലോ ഗൈസ്, മൈസെൽഫ് മക്ബുൽ കെ പി, നിങ്ങളുടെ ഡ്രീം ലെഡ്ജറിലെ പെർഫോമൻസ് മാനേജ്മെന്റ് ഫാക്കൽറ്റിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ടേം ഡിസിഷൻ്റെ റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന ഭാഗമാണ്. ഓക്കെ, റെലവൻറ്റ് കോസ്റ്റിംഗിൽ സ്റ്റുഡൻസിന് കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടി ആയിട്ടൊക്കെ ഫീൽ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കിൽ ഒന്നാണ്. ഓക്കെ, നമുക്ക് റെലവൻറ്റ് കോസ്റ്റിംഗ് എങ്ങനെ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് വരുന്ന റെലവൻറ്റ് കോസ്റ്റിംഗിൻ്റെ ക്വസ്റ്റ്യൻസിൽ മാക്സിമം എന്തൊക്കെയാണ് വരാറ്? ഈ മെറ്റീരിയൽ കോസ്റ്റും പിന്നെ ലേബർ കോസ്റ്റും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാമെന്നൊക്കെയാവും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റെലവൻറ്റ് കോസ്റ്റ്. എന്തൊക്കെയാണ് റെലവൻറ്റ് കോസ്റ്റ് ആയിട്ട് വരിക? എ റെലവൻറ്റ് കോസ്റ്റ് ഷുഡ് ബി ഫ്യൂച്ചറിസ്റ്റിക്, എ റെലവൻറ്റ് കോസ്റ്റ് ഷുഡ് ബി ഇൻക്രിമെൻ്റൽ, എ റെലവൻറ്റ് കോസ്റ്റ് ഷുഡ് ബി ക്യാഷ് ഫ്ലോ ഐറ്റം, ആൻഡ് ഇറ്റ് ക്യാൻ ബി എൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓൾസോ. അപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ ഐറ്റം ആണോ, അതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ആവാം. എന്താണ് ഫ്യൂച്ചറിസ്റ്റിക് കോസ്റ്റ്? ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കോസ്റ്റ് അല്ലാത്തത്, ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കോസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു കാർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു കാർ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ഓൾറെഡി ഞാൻ മേടിച്ച് വെച്ച കാറിൻ്റെ കോസ്റ്റ്, അത് ഓൾറെഡി സംഭവിച്ച ഇവൻ്റാണ്. ഇറ്റ്സ് എ സങ് കോസ്റ്റ് അല്ലേ? അപ്പോൾ അതെൻ്റെ റെലവൻറ്റ് കോസ്റ്റിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്തില്ല, കാരണം ഇറ്റ് ഈസ് നോട്ട് ഫ്യൂച്ചറിസ്റ്റിക് കോസ്റ്റ്. എനിക്കിതിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സംഭവിക്കുന്ന എന്തൊക്കെ കോസ്റ്റ് ആയിരിക്കും? ഞാൻ കാർ മേടിക്കാൻ പോകുമ്പോൾ ഉള്ള ചിലവ്, കാർ മേടിക്കുന്ന ചിലവ്, ഇൻഷുറൻസ്, ടാക്സ്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്, ഞാൻ ഓൾറെഡി ഒരു കാർ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ക്യാഷ് ഫ്ലോ അല്ല, ഫ്യൂച്ചറിസ്റ്റിക് കോസ്റ്റ് അല്ല. അത് കാരണം അതൊരു റെലവൻറ്റ് കോസ്റ്റ് അല്ല. ഓക്കെ, ഇനി എന്താണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്? നമ്മളുടെ ചോയ്സ് പ്രകാരം നമുക്ക് ഫ്യൂച്ചറിൽ ഈ കോസ്റ്റ് വരും. ഓക്കെ, ഞാൻ കാർ മേടിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന എക്സ്ട്രാ കോസ്റ്റ് ആണ് ടാക്സ്. അത് ഞാൻ കാർ മേടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വരത്തില്ല അല്ലേ? അപ്പോൾ ഞാൻ ചോയ്സ് ചെയ്യുന്നത് എന്താണ്? ഓക്കെ, കാർ മേടിക്കാം. കാർ മേടിക്കുമ്പോൾ ആ യെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, കാർ മേടിക്കാം, നോ അല്ല യെസ്, യെസ് എന്നുള്ള ഓപ്ഷനിൽ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് കുറച്ച് കോസ്റ്റ് ഇതുവരെ ഇല്ലാത്തവർക്കും കൂടി. ടാക്സ്, ഇൻഷുറൻസ്, പിന്നെ വണ്ടിക്ക് മെയിൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇൻക്രിമെൻ്റൽ ആയിട്ട്. ആ ഒരു ചോയ്സ് കാരണം ഇൻക്രിമെൻ്റൽ വന്ന കോസ്റ്റുകൾ. ഓക്കെ, ഇനി ഇതൊരു ക്യാഷ് ഫ്ലോ ഐറ്റം ആയിരിക്കണം. എന്താ ക്യാഷ് ഫ്ലോ ഐറ്റം? ക്യാഷ് ഫ്ലോ അല്ലാത്ത ഐറ്റം എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ഒരു ക്യാഷ് ഫ്ലോ ഐറ്റം അല്ല. കാരണം ഇതൊരു ക്യാഷ് ഫ്ലോ ഐറ്റം അല്ല, കാരണം ഇതിൽ നമുക്ക് എക്സാക്ട് ക്യാഷ് പോകുന്നില്ല. നമുക്ക് സംഭവിക്കുന്നത് എന്താ? നമ്മുടെ അസറ്റിന്റെ വാല്യൂ നമ്മൾ അമോർട്ടൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡിപ്രിഷിയേറ്റ് ചെയ്ത് കുറക്കുന്നു, അതൊരു കോസ്റ്റ് ആയിട്ട് കാണിക്കുന്നു. നമ്മളുടെ കയ്യിൽ നിന്ന് എക്സാക്ട്ലി പൈസ അവിടെ നഷ്ടപ്പെടുന്നില്ല. അത് കാരണം ഇതൊരു ക്യാഷ് ഫ്ലോ ഐറ്റം അല്ല. അപ്പോൾ ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ പോലത്തെ കോസ്റ്റുകളൊന്നും നമുക്ക് റെലവൻറ്റ് കോസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ റെലവൻറ്റ് കോസ്റ്റ് ആയിട്ട് ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ പോലത്തെ എന്ത് ഐറ്റംസ് നമ്മൾ എടുക്കില്ല. ഓക്കെ, ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ രണ്ട് ചോയ്സ് ഉണ്ട്. ഓക്കെ, യെസ് ഉണ്ട്, നോ ഉണ്ട്. ഓക്കെ, യെസ് എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രൊജക്റ്റോ, ഓക്കെ, ഒരു പ്രൊജക്റ്റാണ്. ഓക്കെ, ഈ പ്രൊജക്റ്റിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മളൊരു കമ്പനിയാണ്, നമ്മുടെ കമ്പനി ഡെയിലി ലൈഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്ഷനിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, മേ ബി ഒരു 2 ലേബറിനെ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ലേബറിന് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമുക്കെന്ത്, ഒന്നെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റിന് വേണ്ടി നമ്മളെ ലേബറിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളെ ലേബറിനെ യൂസ് ചെയ്യാം അല്ലേ? ഈ പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ എത്രയാണോ നമ്മുടെ ലേബറിന് കൊടുത്തിരുന്നത് അതായിരിക്കും. ഓക്കെ,
എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അടുത്ത ഓപ്ഷൻ എന്തായിരിക്കും. നമ്മൾ പ്രൊജക്റ്റ് ചൂസ് ചെയ്താൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്താൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്തായിരിക്കും? പ്രൊജക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും നമ്മൾ റെലവൻറ്റ് കോസ്റ്റിംഗിൽ നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതും നമ്മൾ റെലവൻ്റ് ആയിട്ട് കോസ്റ്റിംഗിൽ റെലവൻറ്റ് കോസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെയാണ് ഒരു റെലവൻറ്റ് കോസ്റ്റിംഗിൽ നമ്മൾ എങ്ങനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇതൊരു ഐഡിയ കിട്ടും. ആദ്യം ചോദിക്കേണ്ടത്, നമുക്ക് ഈ മെറ്റീരിയൽ നമ്മുടെ എവിടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണോ? സ്റ്റോക്കിൽ ഒരു മെറ്റീരിയൽ എ അവൈലബിൾ ആണോ എന്ന് നോക്കുക. ഓക്കെ, മെറ്റീരിയൽ എ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മളൊരു പ്രൊജക്റ്റിന് മെറ്റീരിയൽ ആവശ്യമുണ്ട്, നമ്മുടെ കയ്യിൽ അതുണ്ടോ എന്ന് നോക്കണം. ഇല്ല എന്നാണെങ്കിൽ എന്താ, നമുക്കത് മേടിക്കണം പുറത്തുനിന്ന്, അല്ലേ? നോ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ, നോ ആണ് ആൻസർ എങ്കിൽ നമ്മളത് പുറത്തുനിന്ന് മേടിക്കണം. അപ്പോൾ അതിൻ്റെ റെലവൻറ്റ് കോസ്റ്റ് എന്താ? കറണ്ട് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പർച്ചേസ് പ്രൈസ്, കറണ്ട് പർച്ചേസ് പ്രൈസ്. ഈ കറണ്ട് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്തുകൊണ്ട് കൊടുത്തതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. കറണ്ട് പർച്ചേസ് പ്രൈസ് ആയിരിക്കും അതിൻ്റെ റെലവൻറ്റ് കോസ്റ്റ്, കാരണം നമ്മുടെ കയ്യിൽ അതില്ല. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നാണെങ്കിൽ യെസ് ആണ്, ഈസ് മെറ്റീരിയൽ അവൈലബിൾ, യെസ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, ഈസ് ഇറ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്? നമ്മുടെ കമ്പനിയിൽ മെറ്റീരിയൽ എ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സാധനം ആണോ എന്ന്. ആണ് എന്നാണെങ്കിൽ അതിനും ഈ ഒരു യെസ്, ഈ ഒരു ക്വസ്റ്റ്യന് യെസ് ആണ്, ഇവിടെയും ഒരു ക്വസ്റ്റ്യന് യെസ് ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്തിട്ട് അത് റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ്, എന്തായിരിക്കും? കറണ്ട് പർച്ചേസ് പ്രൈസ് അല്ലേ? കറണ്ട് പർച്ചേസ് പ്രൈസിലാണ് നമ്മളത് റീപ്ലേസ് ചെയ്യുക, അല്ലേ? അപ്പോൾ യെസ് ആണ് ഫസ്റ്റത്തെ. മെറ്റീരിയൽ അവൈലബിൾ ആണോ? അതെ, മെറ്റീരിയൽ അവൈലബിൾ ആണ്. അത് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആണോ? അതെ, അത് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ റെലവൻറ്റ് കോസ്റ്റ് എന്താണ്? കറന്റ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കറന്റ് പർച്ചേസ് പ്രൈസ്, അത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് അല്ല എന്നാണ് നമ്മുടെ എന്ത് ആൻസർ എങ്കിൽ, ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു സാധനത്തിന് മെറ്റീരിയലിനെ ഒരു ഓൾട്ടർനേറ്റ് യൂസ് ഉണ്ടോ എന്ന് നോക്കും. ഇതിന് ഓൾട്ടർനേറ്റ് യൂസ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ക്രാപ്പ് വാല്യൂ എത്ര നോക്കും. ഇതിന് സ്ക്രാപ്പ് വാല്യൂ എന്തായാലും ഉണ്ടാവല്ലോ. ഓക്കെ, ഇതിന്റെ ഹയർ ഏതാണോ അതായിരിക്കും റെലവൻറ്റ് കോസ്റ്റ്. ഓൾട്ടർനേറ്റ് യൂസ് ഉണ്ടോ, സ്ക്രാപ്പ് വാല്യൂ ഉണ്ടോ, ഇതിന്റെ ഏതാണോ ഹയർ, സ്ക്രാപ്പ് വാല്യൂവിലാണ് നമുക്ക് ഹയർ കിട്ടുന്നതെങ്കിൽ നമ്മൾ ഹയർ സ്ക്രാപ്പ് വാല്യൂ എടുക്കും. ഇനി ഓൾട്ടർനേറ്റ് യൂസിലാണ് നമുക്ക് ഹയർ കിട്ടുന്നതെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റ് യൂസിൽ കിട്ടുന്ന എമൗണ്ട് ഹയർ ആയിട്ട് എടുക്കും. ഇത് രണ്ടിൽ ഏതാണോ അതായിരിക്കും നമ്മുടെ റെലവൻറ്റ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? മെറ്റീരിയൽ അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം. ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആണെങ്കിൽ എന്താണ്? റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ്. ഇനി ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് അല്ലെങ്കിൽ എന്താണ്? ഹയർ ഓഫ് സ്ക്രാപ്പ് വാല്യൂ ഓർ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ഇനി മെറ്റീരിയൽ അവൈലബിൾ അല്ലെങ്കിൽ എന്താണ്? കറന്റ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് അല്ലെങ്കിൽ കറന്റ് പർച്ചേസ് പ്രൈസ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ എ ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് എ പ്രൊജക്ട് വിച്ച് റിക്വയർസ് 100 kg ഓഫ് മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ 100 kg ആവശ്യമുണ്ട്. ഓക്കെ, ദ മെറ്റീരിയൽ ഈസ് ഇൻ റെഗുലർ യൂസ് വിത്തിൻ ദ ബിസിനസ്. റെഗുലർ യൂസ് ആണ്. ഓക്കെ, ഇനി ദർ ആർ 400 kg ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വിച്ച് were purchased for 1.4 per kg. ഓൾറെഡി പർച്ചേസ് ചെയ്ത പ്രൈസ് ഉണ്ട്. The current purchase price is 2 per kg. Current purchase price ഉണ്ട്. What is the relevant cost for material? അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ?
നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മെറ്റീരിയൽ അവൈലബിൾ ആണോ? അല്ലെ, മെറ്റീരിയൽ അവൈലബിൾ ആണോ എന്നാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അവൈലബിൾ. ഇതിൽ പറയുന്നുണ്ട് എന്താണ്? മെറ്റീരിയൽ ഈസ് ഇൻ റെഗുലർ വിത്തിൻ ദ ബിസിനസ് ആൻഡ് 400 kg ഓഫ് മെറ്റീരിയൽ ഈസ് അവൈലബിൾ ഇൻ സ്റ്റോക്ക്. ഓക്കെ, അപ്പൊ അവൈലബിൾ ആണ്, യെസ് ആണ് ആൻസർ. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആണോ? ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആണോ? അല്ലെ, അപ്പോൾ ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആണോ എന്നുള്ളതിന് ഇവിടെ ഉണ്ട്, റെഗുലർ യൂസിൽ, ബിസിനസ്സിൽ റെഗുലർ യൂസിൽ ഉണ്ട് എന്ന്. ഇതിനും നമ്മുടെ ആൻസർ എന്താ? യെസ് ആണ്. അപ്പൊ എന്താണ് നമ്മുടെ റെലവന്റ് കോസ്റ്റ്? എന്താണ്? കറന്റ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് അല്ലെ. കറന്റ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആയിരിക്കും നമ്മുടെ എന്ത്? റെലവന്റ് കോസ്റ്റ്. നോക്കി നോക്കും, മെറ്റീരിയൽ അവൈലബിൾ ആണോ? അതെ. ഇനി ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആണോ? അതെ. അപ്പോൾ കറന്റ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ കറന്റ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എത്രയാണ്? ഇതാണോ ഇതാണോ? നമ്മൾ റെലവന്റ് കോസ്റ്റിംഗിൽ പഠിച്ചിട്ടുണ്ട്, സങ് കോസ്റ്റ് പറ്റില്ല, ഫ്യൂച്ചർ കോസ്റ്റ് ആണ് അല്ലെ. കറന്റ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് അപ്പോൾ പെർ kg $2 ആണ്. ഇത് സങ് കോസ്റ്റ് ആണ് അല്ലെ, ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ 2 ഇൻറ്റു നമുക്ക് എത്ര kg വേണം? 100 kg വേണം അല്ലെ. 100 എത്ര കിട്ടും? $200. $200 ആണ് നമ്മുടെ റെലവന്റ് കോസ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യനും വീണ്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ലേബർ കോസ്റ്റ്. നമുക്ക് ലേബർ കോസ്റ്റ് ഇതേപോലെ മെറ്റീരിയൽ കോസ്റ്റ് പോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഒരു എന്താണ്, ഒരു റെലവന്റ് കോസ്റ്റിന്റെ ഒരു ഇതാണ് ലേബർ കോസ്റ്റ്. ഈ ലേബർ കോസ്റ്റിൽ നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, സ്പെയർ കപ്പാസിറ്റി അവൈലബിൾ ആണോ? എന്താണ് സ്പെയർ കപ്പാസിറ്റി? നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താണ്, ഒരു 4 ലേബർ ഉണ്ട്. 4 ലേബർ 8 hours പെർ ഡേ വർക്ക് ചെയ്യുന്നു. 5 days ഫോർ 5 days എ വീക്ക്, 40 hours അവൈലബിൾ ഉണ്ട് ഒരു വീക്കിൽ. പക്ഷേ ആ ഒരു 40 hours 35 hours മാത്രമേ ആക്ച്വലി വർക്കുള്ളൂ. ബാക്കി 5 മണിക്കൂർ ആൾക്ക് സ്പെയർ കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ബാക്കി 5 മണിക്കൂറിന് ഓൾറെഡി ആൾ പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ വർക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ 5 മണിക്കൂർ സ്പെയർ കപ്പാസിറ്റി അവൈലബിൾ ആണെങ്കിൽ ഓൾറെഡി പേ ചെയ്യുന്ന കാരണം റെലവന്റ് കോസ്റ്റ് 0 ആണ്. ഈ 5 മണിക്കൂറിന് നമ്മൾ ഓൾറെഡി പേ ചെയ്യുന്നുണ്ട്, ഓൾറെഡി സങ്ക് കോസ്റ്റ് ആണ്. ഓക്കെ, ആ ഒരു സാധനം സങ്ക് കോസ്റ്റ് അല്ലെങ്കിലും ഇത് ഇൻക്രിമെന്റൽ കോസ്റ്റ് അല്ല. പേ ചെയ്യുന്നില്ല, പണിയെടുത്താലേ പേ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇതൊരു ഇൻക്രിമെന്റൽ കോസ്റ്റ് അല്ല. കാരണം എന്താ, ആ ഈ ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്ത് നമ്മൾ ആ ഒരു 5 മണിക്കൂർ ഇയാളെ വേറെ എവിടെയും പണിയെടുത്താലും നമുക്ക് എക്സ്ട്രാ എന്ത് വരുന്നില്ല, അഡീഷണൽ ചാർജ് ഒന്നും വരുന്നില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾറെഡി പേബിൾ. നമ്മൾ ഓൾറെഡി പേബിൾ ആയിട്ടുള്ള ഒരു എന്താണ്, ഒരു എമൗണ്ട് ആണ്. ഈ 5 മണിക്കൂർ നമ്മൾ എന്തായാലും പേ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് റെലവന്റ് കോസ്റ്റ് 0 ആണ്. സ്പെയർ കപ്പാസിറ്റി അവൈലബിൾ ആണെങ്കിൽ, നമുക്ക് ഐഡൽ ടൈം പോലെ സ്പെയർ കപ്പാസിറ്റി അവൈലബിൾ ആണെങ്കിൽ മാത്രം. ഇനി സ്പെയർ കപ്പാസിറ്റി അവൈലബിൾ അല്ല, നമ്മുടെ കയ്യിൽ ലേബർ 5 ഉണ്ട്, 40 മണിക്കൂർ വീക്കിലി ആൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, 40 മണിക്കൂർ ഓൾറെഡി നമുക്ക് വർക്ക് ഉണ്ട്. ഇനി ഈ ഒരു പ്രോജക്റ്റിന് നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആൾക്കാരെ എന്ത് ചെയ്യണം? ഹയർ ചെയ്യണം. അല്ലെങ്കിൽ ഈ ഇപ്പോഴുള്ള ആൾക്കാരെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരണം അല്ലേ. അതിലേതെങ്കിലും ഒന്ന് നമുക്കൊരു പോസിബിലിറ്റീസ് ഉള്ളൂ. അപ്പോൾ റെലവന്റ് കോസ്റ്റ് എന്താ?
നോ ലോവർ ഓഫ്, നമുക്ക് കോസ്റ്റ് ആണ്, അപ്പോൾ ലോവർ ഓഫ് മാർക്കറ്റ് റേറ്റ് ഫോർ അഡീഷണൽ ലേബർ. അഡീഷണൽ ലേബറിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഡീഷണൽ ലേബറിനെ ഇത്രയും മണിക്കൂറിന് ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് വരിക? അല്ല, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡൈവേർട്ടിംഗ് ലേബർ ഫ്രം അനദർ വർക്ക്. നമ്മുടെ എക്സിസ്റ്റിംഗ് വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷനിൽ നിന്ന് പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണോ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇവിടെ നമുക്ക് എന്താണോ നഷ്ടം വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്താണോ നമുക്ക് പോകുന്നത്, ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ മേടിക്കുന്ന കോസ്റ്റ്, അതിലേതാണോ ലോവർ അതായിരിക്കും നമ്മുടെ ലേബർ കോസ്റ്റിന്റെ റെലവൻറ്റ് കോസ്റ്റ്. ഓക്കെ, സ്പെയർ കപ്പാസിറ്റി അവൈലബിൾ ആണെങ്കിൽ എന്താണ് റെലവൻറ്റ് കോസ്റ്റ്? ഇല്ല, 0 ആണ്. കാരണം ഓൾറെഡി നമ്മൾ ആ ഒരു എമൗണ്ടിന് പേ ചെയ്യുന്നുണ്ട്. അല്ല, അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് റേറ്റ് ഫോർ അഡീഷണൽ ലേബർ, നമ്മൾ പുറത്തുനിന്ന് ലേബറിനെ കൊണ്ടുവരാനുള്ള റേറ്റോ, അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ലേബറിനെ വേറെ ഏതെങ്കിലും വർക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്താണോ കോസ്റ്റ് അതിനുള്ള അതും, അതിലേതാണോ ലോവർ അതും. മനസ്സിലായില്ലേ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ, ഡി ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് എ പ്രോജക്ട് വിച്ച് റിക്വയർസ് 100 hours ഓഫ് ലേബർ. എത്ര ആവശ്യമുള്ള? 100 hours ഓഫ് ലേബർ ആവശ്യമുണ്ട്. കറന്റ് ദർ ആർ 180 hours ഓഫ് സ്പെയർ കപ്പാസിറ്റി. സ്പെയർ കപ്പാസിറ്റി 180 hours ഉണ്ട്. ഓക്കെ, വർക്കേഴ്സ് ആർ പെയ്ഡ് 5 per hour and agreement stipulates that staff cannot be laid off. What is the relevant cost of labor? സ്പെയർ കപ്പാസിറ്റി ഉണ്ട്, യെസ് ആണ് ക്വസ്റ്റ്യൻ. സ്പെയർ കപ്പാസിറ്റി ഉണ്ട്, അപ്പോൾ റെലവൻറ്റ് കോസ്റ്റ് എത്ര? 0 അല്ലേ? റെലവൻറ്റ് കോസ്റ്റ് എത്രയാണ്? 0. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്ക്. ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. ഓക്കെ, പോസ് ചെയ്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക, ഈ 2 ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്, മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് $90 ആണോ റെലവൻറ്റ് കോസ്റ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ യു ആർ കറക്റ്റ്. അല്ല എങ്കിൽ വീണ്ടും ഈ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക, എന്താണ് തെറ്റിയിട്ടുള്ളതെന്ന് നോക്കുക, എന്നിട്ട് വീണ്ടും ട്രൈ ചെയ്യുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ $250. ഓക്കെ, $250 ആണെങ്കിൽ യു ആർ കറക്റ്റ്. ഇനി ലേബർ കോസ്റ്റിൻ്റെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ 900 ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ആർ കറക്റ്റ്. സോറി, 300 കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ആർ കറക്റ്റ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 4000. ഓക്കെ, $4000 ആയിരിക്കും നമ്മുടെ റെലവൻറ്റ് കോസ്റ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുക. സോ hopefully this video was useful for you guys, and if you understood what I took, നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി, നിങ്ങൾക്ക് പാസ്സാവണം, പെർഫോമൻസ് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് പാസ്സാവണം എന്നുണ്ടെങ്കിൽ ജോയിൻ ഡ്രീം ലെക്ചർ. നമുക്ക് എന്തായാലും ഏത് സെഷനാണോ നിങ്ങൾ PM എഴുതാൻ നോക്കുന്നത്, നമുക്കതിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാം. ഓക്കെ, താങ്ക് യു.